ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നാട്ടോ നമ്മുടെ ചേച്ചിയുടെ ഇച്ചായൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ് ഡേ. അപ്പം ഇന്ന് അതിൻ്റെ വിശേഷങ്ങളായാലോ. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ പീലുവിനെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അവളെ കളിപ്പിച്ച് നേരെ കിച്ചണിലോട്ട് പോയി. കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി വരുന്നുള്ളൂ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി പുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇഡ്ഡലിയാണ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും യാമി എണീറ്റ് വന്നു. ആള് നല്ല ബിസിയാണ്, പീലുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും കൂടെ വീട് സെറ്റാക്കാനുള്ള ഒരു ശ്രമത്തിലാട്ടോ. ഇനി എന്തായാലും നമുക്ക് ഈവനിങ് ഫംഗ്ഷന്റെ ടൈമിൽ കാണാം അല്ലേ. അങ്ങനെ ഇതാട്ടോ നമ്മുടെ വീടിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇവിടെ ആയിട്ടാണ് വെൽക്കം ഡ്രിങ്ക്, തൊട്ടപ്പുറത്തായിട്ടാണ് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പേസ് വരുന്നത്. അപ്പൊ ഫംഗ്ഷനുള്ള ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വേഗം പോയിട്ടൊന്ന് റെഡി ആയിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ റെഡിയായി. ഞങ്ങൾ 3 പേരും ബ്ലാക്ക് ഡ്രസ്സിലാണ് കേട്ടോ. മൂന്നാമത്തെ ആള് യാമിയാണ്. നെക്സ്റ്റ് നമ്മുടെ ഫാമിലി ഫോട്ടോ സെക്ഷൻ ഒക്കെ ആയിരുന്നു. പിന്നെ ഇതാണ് ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് ഏരിയ, എൻ്റെ ഫേവറേറ്റ് സ്പേസ്. പിന്നെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഒക്കെ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ വിളിച്ച ഗസ്റ്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. യാമി തിരക്കിന്റെ ഇടയിൽ ഓടി നടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ യാമിയുടെ മാമൻ എത്തി. പിന്നെ അവന്റെ കയ്യിലായിരുന്നു ഫുൾ ടൈം. പിന്നെ വീട്ടിൽ നിന്ന് അമ്മയും മേമയും അമ്മാമ്മയും നീനും ഒക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മെയിൻ ഗൈസ് എത്തിട്ടോ. അവരെയൊക്കെ കൊണ്ട് ഞാൻ നേരെ മുകളിലോട്ട് പോയി. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കിച്ചേട്ടൻ ഭയങ്കര ആക്ടിങ് ആയിരുന്നു. പിന്നെ അവരുടെ കുറച്ച് ടൈം അവരുടെ കൂടെ ഞാൻ സ്പെൻഡ് ചെയ്തു. ഞങ്ങളുടെ കുറച്ച് ക്യാൻഡിഡ് പിക്സ് എടുക്കാനുള്ള ശ്രമത്തിലാട്ടോ ഞങ്ങള്. ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാവും ബാക്കി. കഴിഞ്ഞിട്ട് ഒരു 10 ആയിട്ടോ. അപ്പോഴേക്ക് അവര് തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ സോങ് ഒക്കെ വെച്ചിട്ട് യാമി അടിപൊളി ഡാൻസ് ആയിരുന്നു. 11 മണിയൊക്കെ ആയപ്പോ എല്ലാവരും പോയി. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരുടെ കരോക്കെ ഒക്കെ ആയിരുന്നു. ഇതാട്ടോ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്സ്. ഇനി ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യുന്ന പരിപാടിയാണ്. എനിക്കാണെങ്കിൽ ഈ ഗിഫ്റ്റ്സ് ഒക്കെ അൺബോക്സ് ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെയാട്ടെ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ്സ് ഒക്കെ എന്താണ് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അങ്ങനെ ഗിഫ്റ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കി. ഫൈനലി റൂമിന്റെ ഒരു കോലം ഇതായിരുന്നു. റൂമൊക്കെ വൃത്തിയാക്കി ഞങ്ങൾ വേഗം മുകളിൽ പോയി കിടന്നുറങ്ങാനുള്ള പരിപാടിയിലായിരുന്നു. ഇപ്പൊ ടൈം ഒരു 12 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. യാമി നല്ല ഉറക്കത്തിലാണ്. ഇനി ഒന്ന് കിടക്കണമെങ്കിൽ ഒന്ന് കുളിക്കണം. അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാനായിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.